നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ആഫ്രിക്കൻ മല്ലിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എപ്പിയേസിയേ കുടുംബത്തിലെ എറിഞ്ചിയം ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് ആഫ്രിക്കൻ മല്ലി. സുഗന്ധ ഇലച്ചെടികളുടെ വിഭാഗത്തിൽപ്പെടുന്ന ആഫ്രിക്കൻ മല്ലി നല്ലൊരു ഔഷധിയും വിഷമയമായ മസാലക്കൂട്ടുകൾക്കുള്ള ഉത്തമ ബദലുമാണ്. ഇതിന് പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എറിഞ്ചിയം ഫോറ്റിഡം എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിന് ആഫ്രിക്കൻ മല്ലി, നീളൻ കൊത്തമല്ലി, മെക്സിക്കൻ മല്ലി, ശീമമല്ലി എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ കലാൻഡ്രോ, റെക്കോവ, ഷാഡോ ബെന്നി, മെക്സിക്കൻ കൊറിയാൻഡർ, അതുപോലെ തന്നെ ഫാണ്ടനിയ, ലോങ് കൊറിയാൻഡർ, സോട്ടൂത്ത് കൊറിയാൻഡർ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ ഛത്ര എന്നാണ് വിളിക്കുന്നത്. ഹിന്ദിയിൽ ഇതിനെ ബൻധനിയ എന്ന് വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ കാട്ടുകൊത്തമ്പരി എന്നാണ് വിളിക്കുക. തമിഴ് ഭാഷയിൽ ഇതിനെ കാട്ടുകൊത്തമല്ലി എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ആഫ്രിക്കൻ മല്ലി, മെക്സിക്കൻ മല്ലി എന്നൊക്കെ പേരുകളുണ്ടെങ്കിലും ഇവയുടെ ജന്മദേശം കരീബിയൻ ദ്വീപുകളിലാണ്. മെക്സിക്കോ, ആഫ്രിക്ക, മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ഇത് ആദ്യം പ്രചാരത്തിലായി. ഇപ്പോൾ ലോകമെമ്പാടും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവൻ വളരാൻ കൂടുതൽ സാധ്യതയുള്ളതെങ്കിലും മിതശീതോഷ്ണ മേഖലകളിലും ഇത് വളരാറുണ്ട്. രൂപകരണം നോക്കാം. ആഫ്രിക്കൻ മല്ലി വളരെ ചെറിയ ഒരു ഔഷധ സസ്യമാണ്. തടിച്ചു കുറുകിയ കാണ്ഡത്തിൻ്റെ അഗ്രഭാഗത്ത് ഇലകൾ കൂട്ടമായി രൂപപ്പെടുന്നു. ഒരടി വരെ നീളമുള്ള ഇലകൾ ആഫ്രിക്കൻ മല്ലിയിലുണ്ടാകും. ചിരവയുടെ നാക്കിൻ്റെ ആകൃതിയിൽ കടുത്ത പച്ച നിറമുള്ള ഇലകൾ മിനുസമുള്ളതും അരികുകൾ മുള്ളുപോലുള്ളതുമാണ്. വേരുകൾക്ക് ഗന്ധമില്ലെങ്കിലും ഇതിൻ്റെ ഇലകൾക്ക് മല്ലിയിലയുടെ ഗന്ധമാണ്. ഇലക്കൂട്ടത്തിൻ്റെ നടുക്ക് നിന്ന് പൂങ്കുലത്തണ്ട് ഉത്ഭവിക്കുന്നു. 10 തുടങ്ങി 12 സെൻറ്റിമീറ്റർ വരെ നീളത്തിലുള്ള പൂക്കുലകൾ വളരും. ഇളം മഞ്ഞ നിറത്തിലോ മങ്ങിയ വെളുപ്പ് നിറത്തിലോ നൂറുകണക്കിന് പൂക്കളുണ്ടാകും. ചെറിയ പൂക്കൾക്ക് താഴെയായി ചെറിയ ഇലകൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൂട്ടം ബ്രാക്റ്റുകൾ കാണപ്പെടാറുണ്ട്. വിത്തുകൾ വഴിയാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. മല്ലിയിലയ്ക്ക് പകരമായി ഭക്ഷ്യവസ്തുക്കൾക്ക് ഹൃദ്യമായ സുഗന്ധവും രുചിയുമേകാൻ ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട്. ചമ്മന്തി, കറികൾ, പലഹാരങ്ങൾ, സാലഡ്, മാംസാഹാരങ്ങൾ എന്നിവയിൽ സുഗന്ധം നൽകുന്നതിന് വേണ്ടിയും ടേസ്റ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആഫ്രിക്കൻ മല്ലിയില പ്രധാനമായിട്ട് ഉപയോഗിക്കുക. ഇതൊരു അലങ്കാര ചെടിയായിട്ടും വളർത്താറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. ഇരുമ്പ്, റൈബോഫ്ലേവിൻ എന്നിവയുടെ ഉറവിടമാണ് ആഫ്രിക്കൻ മല്ലിയുടെ ഇലകൾ. കൂടാതെ കാൽസ്യം, കരോട്ടിൻ, വിറ്റാമിൻ B12, വിറ്റാമിൻ B2 എന്നിവ ധാരാളമായി ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യങ്ങൾ നോക്കാം. ഔഷധങ്ങളുണ്ടാക്കാനും ആഫ്രിക്കൻ മല്ലി ഉപയോഗിക്കുന്നുണ്ട്. വിത്ത്, ഇല, വേര് എന്നിവ ഗുണകരമായ നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പനി, പ്രമേഹം, മലബന്ധം, ശ്വാസകോശ രോഗങ്ങൾ, ദഹനക്കേട്, ഇരുമ്പ് സത്തിൻ്റെ കുറവ്, ഛർദി, നീർവീക്കം, വയറുവേദന, ജലദോഷം, വയറിളക്കം, തലവേദന, ആസ്മ, ശരീരവേദനകൾ, വിശപ്പില്ലായ്മ എന്നിവയുടെ ചികിത്സയ്ക്ക് ആഫ്രിക്കൻ മല്ലി പ്രയോജനപ്പെടുത്താം. പല്ലിൻ്റെ ആരോഗ്യം, കരളിൻ്റെ ആരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കും. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. സമൂലമിട്ട് തിളപ്പിച്ച വെള്ളം പനി, ഛർദി, വയറിളക്കം, പ്രമേഹം, ന്യൂമോണിയ, മലബന്ധം, ശരീരത്തിലെ നീരുവീക്കം എന്നിവയ്ക്ക്, അതുപോലെ തന്നെ മലേറിയ എന്നിവയ്ക്ക് ശമനം ഉണ്ടാക്കുന്നതാണ്. 2. പച്ചവേര് തിന്നുന്നത് തേള് കുത്തിയാൽ ശമനം ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ വിഷത്തിൽ നിന്ന് ശമനം ഉണ്ടാക്കും. 3. ഇലക്കഷായം കുടിക്കുന്നത് ശരീരത്തിലെ നീർവീക്കം കുറയ്ക്കുന്നതാണ്. 4. വേര് കഷായം വെച്ച് കുടിക്കുന്നത് വയറുവേദനയ്ക്ക് മരുന്നാണ്. 5. ഇല ഉണക്കിപ്പൊടിച്ച് ചായയാക്കി കഴിക്കുന്നത് ജലദോഷം, പനി, ഛർദി, വയറിളക്കം, പ്രമേഹം, മലബന്ധം എന്നിവയൊക്കെ ശമിപ്പിക്കുന്നതാണ്. 6. ഇല കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തി ദഹനശേഷി വർദ്ധിപ്പിച്ച് നല്ല വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. 7. ഇതിൻ്റെ ഇല കടിച്ച് ചവയ്ക്കുന്നത് വായ്നാറ്റത ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നതാണ്. 8. ശരീരവേദന ഇല്ലാതാക്കുന്നതിന് ആഫ്രിക്കൻ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചാൽ ശമനമുണ്ടാകുന്നതാണ്. 9. പല്ലുവേദനയ്ക്ക് ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കവിൾ കൊണ്ടാൽ ശമനമുണ്ടാകും. 10. ആഫ്രിക്കൻ മല്ലിയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ ടോക്സിൻ വിഷാംശത്തെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും.
11. വേരിൽ നിന്ന് ഉണ്ടാക്കുന്ന കഷായം വയറുവേദനയ്ക്ക് ഔഷധമാണ്. ഇതിൻ്റെ കൃഷിയുടെ കാര്യങ്ങൾ നോക്കാം. തൈകൾ തയ്യാറാക്കിയും നേരിട്ട് വിത്തെറിഞ്ഞും ആഫ്രിക്കൻ മല്ലി നടാവുന്നതാണ്. ട്രെയിലോ കവറുകളിലോ വിത്ത് തട്ട് തയ്യാറാക്കുന്ന തൈകൾ 3 ഇല പ്രായത്തിലാകുമ്പോൾ പറിച്ച് നടാൻ പറ്റും. സാധാരണ രീതിയിൽ ഗ്രോ ബാഗും ചട്ടിയുമെല്ലാം തയ്യാറാക്കി തൈ നടാം. വിത്ത് നേരിട്ടാണ് നടുന്നതെങ്കിൽ കൃഷിയിടത്തിൽ പ്രത്യേക തടം തയ്യാറാക്കണം. കാലിവളം, കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് കിളച്ച് പരുവപ്പെടുത്തി തടം തയ്യാറാക്കണം. മണലുമായി ചേർത്ത് തൈകൾ നേരിട്ട് ഈ തടങ്ങളിൽ ഇടാം. വേനലിൽ നനച്ചു കൊടുക്കണം. തണലുള്ള സ്ഥലത്താണ് ആഫ്രിക്കൻ മല്ലി നടാനായിട്ട് നല്ലത്. വെയിൽ നന്നായി കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ മല്ലി പെട്ടെന്ന് പൂത്ത് കായുണ്ടാകും. അപ്പോൾ ഇലകൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കൂടുതൽ ലഭിക്കേണ്ടത് ഇലകളാണ്. മാത്രമല്ല ഇതിൻ്റെ വെയിൽ കൂടുതൽ കൊണ്ടു കഴിഞ്ഞാൽ ഇലകളുടെ ഗന്ധത്തിലും ടേസ്റ്റിലുമൊക്കെ ക്വാളിറ്റി കുറയും. നട്ട് 2-ാം മാസം മുതൽ ഇലകൾ പറിച്ച് തുടങ്ങാം. ഒരു ദിവർഷി ഔഷധിയാണ് ആഫ്രിക്കൻ മല്ലി. നല്ല വെയിലുള്ളിടത്ത് ചിലപ്പോൾ 1 കൊല്ലമൊക്കെ നിൽക്കുള്ളൂ. പക്ഷേ തണലുള്ളിടത്താണെങ്കിൽ 2 വർഷം നിൽക്കും. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു. ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.